ഏവർക്കും സ്വാഗതം. ഈ ഡിസംബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ നിൽപ്പ് പരിശോധിക്കുമ്പോൾ ചന്ദ്രനും ശനിയും മീനം രാശിയിലും ഗുരു കർക്കടകം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി 15 നക്ഷത്രക്കാർക്കായിരിക്കും അനുകൂലമായ ഫലങ്ങൾ ഡിസംബർ മാസത്തിൽ ആരംഭമാകുന്നത്. വ്യാഴവും ശുക്രനും പ്രസാദിച്ചിരിക്കുന്ന ഒരു സവിശേഷ കാലഘട്ടത്തിലേക്കാണ് ഡിസംബർ മാസത്തോടുകൂടി എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലപ്രവചനം ഡിസംബർ 31 വരെ മാത്രമല്ല, തുടർന്ന് 2026 അതായത് 45 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ അധികം ഭാഗ്യസമയമായിരിക്കും ലഭിക്കുന്നത്. അതായത് അടുത്ത വർഷം ജനുവരി മാസം പകുതി വരെയുള്ള കാലയളവാണ് 45 ദിവസങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രഹചലനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബാധകമായി മാറുന്നുണ്ട്. അതുകൊണ്ട് പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ, ഗുണകരമായ നേട്ടങ്ങൾ ഇതൊക്കെയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗ്യം അല്പം തന്നെ നീണ്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റുള്ള ഗ്രഹമാറ്റങ്ങളെ പോലെയല്ല, ഇതിന് ദൈർഘ്യം വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ ദൈവാധീനം കൊണ്ട് ജീവിതത്തിൽ ഒരു ഉണർവ് നേടാൻ പോകുന്നു 15 നക്ഷത്രക്കാർ. ഭരണി, രോഹിണി, മകീരം, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചിത്തിര, വിശാഖം, അനിഴം, മൂലം, ഉത്രാടം, തിരുവോണം, ചതയം എന്നിങ്ങനെയാണ് 15 നക്ഷത്രക്കാർ. അപ്പോൾ ഈ 15 നക്ഷത്രക്കാർക്കാണ് ഇനി പറയാൻ പോകുന്ന ഫലങ്ങൾ. അതേപോലെ തന്നെ ജീവിതത്തിൽ ഡിസംബർ മാസം മുതൽ തുടങ്ങി 45 ദിനങ്ങൾ ദൈർഘ്യം വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിലവിൽ വരാനായി പോകുന്നത്. ഈ 15 നക്ഷത്രക്കാരായ ആളുകളും നിങ്ങൾ വർഷങ്ങളായി, അതായത് നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ് കരുതിയിരുന്നതായ ചില സുപ്രധാന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഭാഗ്യം ഡിസംബർ 1 മുതൽ തുടങ്ങി 45 ദിവസങ്ങൾക്കുള്ളിൽ വന്നു ചേരും. അത് പരിപൂർണമായി അല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടാണെങ്കിലും നടന്നു കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഏതായാലും അത് നടന്നു കിട്ടാൻ, ഒരു വീടെന്ന ആഗ്രഹമായാലും അത് ഒറ്റ 45 ദിവസം കൊണ്ട് പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു തുടക്കം തുടങ്ങി വെക്കാൻ, അപ്പോൾ ഇതൊരു ഭാഗ്യ സമയമായതിനാൽ തന്നെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണതയിൽ 45 ദിവസത്തിന് ശേഷമാണെങ്കിൽ പോലും പൂർണ്ണതയിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായ ഒരു സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ വന്നു ചേരാനായി സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു സൗഹൃദം ഉണ്ടാകാനും ആ സൗഹൃദം സാമ്പത്തികമായി നിങ്ങൾക്ക് കുറച്ച് സഹായങ്ങളൊക്കെ വാഗ്ദാനം നൽകുവാനും, ചിലപ്പോൾ അത് വ്യാപാര മേഖലയിലും ഒരു ഉണർവായി മാറാനും സാധ്യത കാണുന്നുണ്ട്. ദീർഘനാളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കടബാധ്യതകളും അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഒരു സുഹൃത്തിൻ്റെ സഹായത്താലും അദ്ദേഹത്തിൻ്റെ ധനപരമായ സഹായത്താലും അതേപോലെ ചില നിർദ്ദേശങ്ങളാലും നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനായി സാധിക്കുന്ന അവസരം കൂടിയാണ് വന്നു ചേരുന്നത്. ഈ വരുന്ന ഡിസംബർ മാസം 12, 14, 26, 27 കൂടാതെ ജനുവരി 3-ാം തീയതിക്ക് ശേഷവും പണമിടപാടുകൾക്ക് നല്ല ഒരു സമയമാകുന്നുണ്ട്. അതായത് ഊഹക്കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ, പലചരക്ക് കച്ചവടം തുടങ്ങി ഏത് മേഖലയിലേക്ക് ഇറങ്ങിയാലും നിങ്ങൾക്കൊരു വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കുന്നുണ്ട്. അതിനുള്ള യോഗമാണ് കാണുന്നത്. അതേപോലെ ബാങ്കിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെ നല്ല ഒരു ഭാഗ്യ സമയമാണ്. അതുകൂടാതെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ലോൺ ശരിയായി കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നതെങ്കിൽ ആ തടസ്സം മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഇനി സ്ഥിര വരുമാനമുള്ള ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലും അത് സ്വദേശത്തായാലും വിദേശത്തായാലും ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അനുമതി വന്നു ചേരാനും, കൂടാതെ കുറച്ച് മാസങ്ങളായി നിലനിന്നിരുന്ന കുടുംബത്തിലെ ചില സ്വരച്ചേർച്ച കുറവുകൾ ഒക്കെ പരിഹരിക്കാനും, രമ്യതയിലാകാനും, സമാധാനം, സ്വസ്ഥത ഇതൊക്കെ കൈവരുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ടെങ്കിലും നടക്കാതിരിക്കുന്നു, ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്, നീണ്ടു പോകുന്നു എന്നൊക്കെ പരാതിപ്പെടുന്ന ആളുകൾക്കും പരാതിയൊക്കെ അവസാനിക്കുന്ന അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾ തീർപ്പാക്കപ്പെടുന്ന സമയമാണ് ഡിസംബർ 1 മുതൽ നീണ്ടൊരു 45 ദിവസത്തിനുള്ളിൽ സംഭവിക്കാനായി പോകുന്നത്. പൂർണ്ണമായി ദൈവാധീനമുള്ള സമയം തന്നെയാണ് എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നിങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാകുന്നു. അതായത് ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെയുള്ള സമയം, അതായത് ആഹാര കാര്യങ്ങളിലൊക്കെ
അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പറഞ്ഞ 15 നക്ഷത്രക്കാർ, അതായത് കേടായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അത് രക്തദൂഷ്യ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും വയറുവേദന, അതേപോലെ അലർജി, ത്വക്കിനു മേലുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് മാത്രം ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ കഴിക്കുക. കാരണം കാലാവധി കഴിഞ്ഞ ഭക്ഷണമാണോ അല്ലെങ്കിൽ എന്നൊക്കെയുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. കയ്യിൽ ആഹാരം കിട്ടുമ്പോൾ അതൊന്നും നോക്കാതെ കഴിക്കുന്ന ഒരു ശീലമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഡിസംബർ 1 മുതൽ തുടങ്ങി 45 ദിവസങ്ങൾ. കൂടാതെ ആരോഗ്യകാര്യത്തിലെ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ്. വേണ്ടത്ര സമയം ഉറക്കത്തിന് കൊടുക്കേണ്ടതാണ്. അതേപോലെ അത് മാനസികമായും ശാരീരികവുമായും അല്ലാത്ത പക്ഷം കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്നെത്തുന്നതിന് കാരണമാകും. അതിനാൽ വേണ്ടത്ര വിശ്രമം നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുവാനും 45 ദിവസം, അതായത് ഡിസംബർ 1 മുതൽ തുടങ്ങി 45 ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. കൂടാതെ കേതുവിൻ്റെ നീചരാശി സഞ്ചാരം നിമിത്തം തെന്നി വീഴുന്നതിനോ അല്ലെങ്കിൽ വാഹനപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനോ ഉള്ള സാധ്യത കാണുന്നതിനാൽ തന്നെ വേഗത കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് വാഹനം ഓടിക്കുമ്പോൾ. അതേപോലെ തന്നെ മഴയുള്ള സമയങ്ങളിലായാലും രാത്രികാലങ്ങളിലായാലും വെളിച്ചമൊന്നുമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പോലും വളരെ സൂക്ഷിച്ചു വേണം വാഹനം ഓടിക്കാനായാലും നടക്കുന്നതും. 45 ദിവസങ്ങൾ ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. വീഴ്ചയൊന്നും വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. ഇനി കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ജോലി സ്ഥലത്ത് അപരിചിതരായിട്ടുള്ള, നമുക്ക് പരിചയമില്ലാത്ത ആളുകളെ ഒരു തരത്തിലും വിശ്വസിക്കാതിരിക്കുക. പ്രത്യേകിച്ച് സർക്കാർ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൈക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അതോ അല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങളോ ഒക്കെ ബന്ധപ്പെട്ട് ഉപഹാരങ്ങളൊക്കെ നൽകി അത് നിങ്ങൾക്ക് ചിലപ്പോൾ വിനയായി മാറാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഗുളികൻ്റെ ദൃഷ്ടി പ്രതികൂലമായതിനാൽ അസൂയാലുക്കൾ നിങ്ങളെ ചിലപ്പോൾ കുടുക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം കണ്ടിട്ട് അസൂയ മൂത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനോ സാധ്യതയുള്ളതിനാൽ തന്നെ 45 ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ പ്രതികൂലമായ ഫലങ്ങളെ ലഘൂകരിക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനുമായും ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു വർഷം അവസാനം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ അത്യുത്തമമായ ഫലം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ നവഗ്രഹ പൂജയിൽ പേരും നക്ഷത്രവും ഒക്കെ പറഞ്ഞ് പങ്കെടുത്ത് ഗ്രഹദോഷങ്ങളൊക്കെ മാറ്റാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ്. ഇത് നിസ്സാരമായി കാണരുത്. കാരണം ഒരു വർഷത്തിൻ്റെ അവസാന സമയം കൂടി വരികയാണ്. ഇപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ്. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങളുടെ അനുഗ്രഹം വളരെയേറെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ വളരെയധികം പ്രീതി നിലനിർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ്. നവഗ്രഹ ദോഷങ്ങളൊക്കെ ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നതായ ഉത്തമമായൊരു പ്രാർത്ഥന, വഴിപാടുകൾ ഇതൊക്കെ നടത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും വളരെ അത്യാവശ്യമാകുന്നു. പൂർണ്ണമായി നോക്കുമ്പോൾ വളരെ ഗുണകരമായ സമയമാണ്. എങ്കിൽ പോലും ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ അനിവാര്യമാകുന്നു. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാകുന്നു. അപ്പോൾ ഡിസംബർ മാസം 15 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സുവർണ കാലഘട്ടമാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച്, അതായത് ചില മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് പരിഹാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് ദൈവാധീനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു 45 ദിവസങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ 45 ദിവസങ്ങൾ, ഡിസംബർ 1 മുതൽ തുടങ്ങിയ 45 ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യവും നേട്ടവും ഉള്ളതായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.